കൊച്ചിയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ് വർദ്ധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ പിടികൂടിയത് 37 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. മലയാളികൾക്ക് പുറമെ ഇതര സംസ്ഥാനക്കാരും കൊച്ചിയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന കാരിയർമാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പലതരത്തിലുള്ള ലഹരികൾ കൊച്ചിയെ വരിഞ്ഞു മുറുക്കുന്നു. തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതിനിടയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ്, അതിന്റെ വർധന, അത് സംബന്ധിച്ച കണക്കുകൾ ഒക്കെ പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? തായ്ലൻഡാണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടം. അതായത് രാസവസ്തുക്കൾ അടക്കം ചേർത്ത് പ്രത്യേക താപനിലയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ്. അതിന് കൊച്ചിയിലും ഈ പ്രിയർ ഏകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ MDMAക്ക് പുറമെ ഹൈബ്രിഡ് കഞ്ചാവ് വ്യാപകമായി കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 37 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിക്കുകയും പിന്നീട് പിടികൂടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം തന്നെ കോൺഫ്ലെക്സ് കവറിന്റെ ഉള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഇത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് തന്നെ വിൽപ്പന നടത്താൻ വേണ്ടി എത്തിക്കുന്നു എന്നുള്ളതാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ചില അക്കൗണ്ടുകളൊക്കെ വഴിയാണ് ഇതിൻ്റെ പ്രധാന വിൽപ്പനകൾ നടക്കുന്നത്. എക്സൈസ് ആ അക്കൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. മലയാളികൾക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും കൊച്ചിയിലേക്ക് ഈ ലഹരി എത്തിക്കുന്നതിൽ പ്രധാന പങ്കാളികളാകുന്നുണ്ട്. വലിയ ഭീമമായ തുകയാണ് ഇവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നത്. അതുതന്നെയാണ് ഇവരെ ഈ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ ആകർഷിക്കുന്നതെന്നാണ് പോലീസും എക്സൈസും എല്ലാം പറയുന്നത്. എന്തായാലും പരിശോധനകളും നിരീക്ഷണങ്ങളും ഒക്കെ കർശനമാക്കിയിട്ടുണ്ട് കസ്റ്റംസും എക്സൈസും പോലീസും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.